ഒരിക്കൽ ഒരു രാജാവ് കഠിന തപസ് ചെയ്ത് മഹാദേവനെ പ്രസാദിപ്പിച്ചു. പ്രത്യക്ഷനായ മഹാദേവൻ എന്തു വരമാണ് വേണ്ടതെന്ന് രാജാവിനോട് ചോദിച്ചു. പ്രഭു, എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ ദർശിക്കുന്ന അങ്ങയെ എന്റെ പ്രജകൾക്കും കുടുംബാംഗങ്ങൾക്കും നേരിൽ ദർശിക്കുന്നതിനുള്ള അവസരം നൽകണം. രാജാവിന്റെ അഭ്യർത്ഥന മഹാദേവൻ കൈക്കൊണ്ടു. അകലെ ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന മഹാമേരുവിനെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞു, തൊട്ടടുത്ത ദിവസം തന്നെ അങ്ങേക്ക് കുടുംബാംഗങ്ങളെയും പ്രജകളെയും കൊണ്ട് ആ കാണുന്ന പർവ്വതത്തിലേക്ക് വരാവുന്നതാണ്. മഹാമേരുവിന്റെ ഉച്ചത്തിൽ നാം ദർശനം നൽകുന്നതാണ്. അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ് രാജാവും മടങ്ങി. പിറ്റേന്ന് തന്നെ രാജാവ് പ്രജകളെയും കുടുംബാംഗങ്ങളെയും കൊണ്ട് മേരുവിലേക്ക് യാത്ര തിരിച്ചു. ഉയരങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ തിളക്കമാർന്ന ചെമ്പുതകിടുകളും കല്ലുകളും പ്രജകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ അത് വാരിയെടുക്കുന്നത് കണ്ട രാജാവ്, നമുക്ക് ഇനിയും പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞെങ്കിലും തങ്ങൾക്ക് ഒരു ജീവിതമാർഗം ദൈവം കാണിച്ചു തന്നു എന്ന് പറഞ്ഞ് പ്രജകൾ തങ്ങളുടെ പ്രവൃത്തികൾ തുടർന്നു. രാജാവ് യാത്ര തുടർന്നു. കുറച്ചുകൂടി ചെന്നപ്പോൾ വെള്ളിക്കല്ലുകൾ പരിചാരകന്മാരുടെ ശ്രദ്ധ ആകർഷിച്ചു. അവർ അത് ശേഖരിച്ചു തുടങ്ങി. അത്യാർത്ഥിയുടെ മായാവലയത്തിലായിരുന്ന അവർക്ക് രാജാവിന്റെ വാക്കുകൾ കേൾക്കാനേ കഴിഞ്ഞില്ല. പിന്നെയും അദ്ദേഹം യാത്ര തുടർന്നു. കുറച്ചുകൂടി ചെന്നപ്പോൾ സ്വർണ്ണ പാറക്കെട്ടുകളും സ്വർണ്ണാഭരണങ്ങളും രാജകുടുംബാംഗങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. സ്വർണത്തിന്റെ മാസ്മരിക വലയത്തിൽ ഒരടി പോലും മുന്നോട്ടു പോകാൻ കഴിയാതെ അവർ അവിടെ നിന്നു. രാജാവ് തന്റെ കൂടെ അവശേഷിച്ച പത്നിയെയും മഹാമന്ത്രിയെയും കൊണ്ട് ഗിരിയുടെ തുങ്കത്തിലേക്ക് യാത്ര തിരിച്ചു. അധിക ദൂരം പോകേണ്ടതായി വന്നില്ല. വജ്രക്കല്ലുകളും രത്നങ്ങളും മന്ത്രിയെയും തന്റെ പ്രിയ പത്നിയെയും ആകർഷിച്ചു. അല്പം കൂടി യാത്ര ചെയ്താൽ സർവേശ്വര ദർശനം സാധ്യമെന്ന് രാജാവ് പറഞ്ഞുവെങ്കിലും രാജപത്നിയും മഹാമന്ത്രിയും വിലമതിച്ചത് രത്നങ്ങളെയായിരുന്നു. ദുഃഖിതനായ രാജാവ് തനിയെ മഹാമേരുവിന്റെ അഗ്രത്തിലെത്തി. തനിക്കായി കാത്തിരുന്ന മഹാദേവനെ സാഷ്ടാംഗ പ്രണാമം നടത്തി മാപ്പിരന്നു. ആരെയും അങ്ങയുടെ പക്കൽ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വിലപിച്ചു. ഇത് കണ്ട മഹാദേവൻ രാജാവിനെ സമാധാനിപ്പിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ആഗ്രഹങ്ങളുടെ കെട്ടുപാടിൽ കിടക്കുന്ന ഒരുവനും എന്നെ ദർശിക്കാൻ സാധിക്കില്ല. ആത്മാർത്ഥവും സത്യസന്ധവുമായ പ്രവൃത്തിയിലൂടെ മാത്രമേ എന്നെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്റെ അംശം നീയായി നിന്റെ പ്രവൃത്തിയായി പ്രതിഫലിക്കും.